അങ്ങനെ മുഖ്യമന്ത്രിയും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറും തമ്മിലുള്ള ആ ഒരു ഏറ്റുമുട്ടലിന് ഏതാണ്ട് പരിസമാപ്തിയാകുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. മുഖ്യമന്ത്രി തന്നെ ഒരു പൂക്കി മുഖ്യമന്ത്രിയാണ്. കാരണം അദ്ദേഹത്തിന് ചെറുപ്പക്കാരുടെ വിഷയങ്ങൾ അദ്ദേഹത്തെ നിർബന്ധം അദ്ദേഹം അഡ്രസ്സ് ചെയ്യണം. KSU വിദ്യാർത്ഥികളല്ലേ ഇത്? അതുകൊണ്ടല്ല, ഇത് പൂക്കി പെട്ടുപോയി. കാരണം VD സതീശൻ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ് ഈ ഗവൺമെൻറ് പ്ലീഡർ നിയമനത്തിൽ. ഈ ലിസ്റ്റിന് പിന്നിൽ ആരാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വന്നു നിൽക്കുന്നത് ഈ സ്റ്റേറ്റ് അറ്റോർണി ആയിട്ടുള്ള അനൂപ് നായർ എന്ന ആളിലാണ്. അയാളാണെങ്കിൽ സതീശൻ്റെ വലം കൈ. അയാൾ മുഖേനയാണ് ഈ ലിസ്റ്റ് ഇവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് SFIക്കാരിയും ABVPക്കാരനും ഒക്കെ ഈ ലിസ്റ്റ് കടന്നുകൂടി. എന്താണ് ഇതിനകത്തെ അടിസ്ഥാന പ്രശ്നമെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് പ്രശ്നം. അല്ല, ഇത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഡീൻ കുര്യാക്കോസ് ന്യായീകരിക്കുകയാണ്. അത് ഡീൻ കുര്യാക്കോസ് ജിയോണ ജെയിംസ് എന്ന് പറയുന്ന യുവതിയെ ഈ ഗവൺമെൻറ് പ്ലീഡർ ലിസ്റ്റിൽ വന്നതിനെക്കുറിച്ചാണ് ന്യായീകരിച്ചത്. അപ്പോൾ അതിന് ഇവർക്ക് പറയാനൊരു കാരണമുണ്ട്. അവർ കോൺഗ്രസ്സുകാരിയാണ് എന്നാണ് പറഞ്ഞു വെച്ചത്. കോൺഗ്രസ്സുകാരിയായത് എന്നു മുതലാണെന്ന് ചോദിച്ചാൽ 4 വർഷമേ. അത്രയാണ്. അത് ഭരണം കിട്ടും. ഇത് ഈ ഭരണം പോക്കാണെന്ന് ഏതാണ്ട് ധാരണ ആയ സ്ഥിതിക്ക് ഇനി പതുക്കെ അടുത്തൊരു അഭയതീരം തേടുക എന്നുള്ളത് മാത്രമായിരിക്കും അവരുടെ മുന്നിലുള്ള ഓപ്ഷൻ. അപ്പോൾ ഇവർ ഗവൺമെൻറ് ലോ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് SFIയുടെ യൂണിറ്റ് ഭാരവാഹിയായിരുന്നു, യൂണിറ്റ് പ്രസിഡൻറ്റോ സെക്രട്ടറിയോ മറ്റോ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് പല KSUക്കാരും അവിടെ ഇടിക്കുമായിരുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. പല KSUക്കാരും അവിടെ ക്രൂരമർദ്ദനത്തിന് ഇരയായതും പല KSUക്കാരും അവിടെ യൂണിറ്റ് പോലും ഉണ്ടാക്കാൻ അവിടെ സമ്മതിക്കാത്ത രീതിയിലേക്ക് പോയതും എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡീൻ കുര്യാക്കോസ് അതുവരെ ഇങ്ങനെ പമ്മിയിരിക്കുകയായിരുന്നു. ഈ വിവാദം തളച്ചു പൊന്തുമ്പോഴൊക്കെ തന്നെ ഒരു MPയുടെ പേര് പറയുന്നുണ്ട്. പേര് പറയുന്നില്ല, ഒരു MP ആണ്. MPയുടെ ആളാണ് ഈ SFIക്കാരി എന്ന് പറയുന്നത്. അത് ഏത് MP ആണെന്ന് അറിയില്ല. കാരണം 19 MPമാരുണ്ട് ഇവിടെ, കോൺഗ്രസിനും UDFനും ഒക്കെ ആയിട്ട്, മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒക്കെ ആയിട്ട് 19 MPമാരുണ്ട്. ഒരാൾ മാത്രമല്ലേ ഉള്ളൂ, അവിടെ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് ഏത് MP എന്നതിനെക്കുറിച്ച് ഒരു തർക്കം നിലനിർത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കെ ബാബു പറഞ്ഞത് യുവ MP ആണ്. അത് ഹൈബിയുമല്ല ഷാഫിയുമല്ല. ഹൈബിയിലുണ്ട്, ഷാഫിയിലില്ല. അപ്പോൾ പിന്നെ ഉള്ളത് ആരാണ്? ഹൈബിയിലും ഇല്ല, ഷാഫിയിലും ഇല്ല എന്ന് പറഞ്ഞത്. പിന്നെ ഉള്ളത് പിന്നെ ഹൈബിയാണ്. സോറി, നമ്മുടെ ഡീനാണ്, ഡീൻ കുര്യാക്കോസ് ആണ്. അങ്ങനെയാണ് പതുക്കെ ഡീൻ കുര്യാക്കോസ് പുറത്തു വന്നത്. ഡീൻ കുര്യാക്കോസ് പുറത്തു വന്നതിന് ശേഷം അയാൾ കൊടുത്തിട്ടുള്ള വിശദീകരണം, ആ വിശദീകരണം ഒന്നും ആർക്കും തൃപ്തികരമേ അല്ല. പറഞ്ഞ കഴിവ് നോക്കിയാണ്. അപ്പം കോൺഗ്രസിലുള്ള ഈ യുവാക്കൾ കഴിവില്ലാത്തവരെന്നാണ് എൻ്റെ അർത്ഥം. അല്ല, ഇവർ ഇതിന് പറയുന്ന ഇതിനോട് ഉപമിക്കുന്ന ഒരു സംഭവം, സന്ദീപ് വാര്യർ എന്ന BJP നേതാവിനെ എന്ന് പറഞ്ഞാൽ കട്ട BJP നേതാവിനെ പാർട്ടിയിൽ വന്നതിന് പിന്നാലെ ചുരുങ്ങിയ സമയം 2 വർഷം പോലും ആയിട്ടില്ല അയാൾ പാർട്ടിയിൽ വന്നിട്ട്, അതിനോടകം അയാൾക്കൊരു സീറ്റ് കൊടുത്ത് അയാളെ MLA ആക്കി. അതിനാർക്കും ഇവിടെ ചോദിക്കണ്ടേ? അയാൾക്ക് വോട്ട് ചെയ്ത ജനങ്ങളാണ്. അതാണ്. ഇത് അങ്ങനെയല്ല, ഇത് വോട്ടിൽ കൂടെ അല്ലല്ലോ വന്നത്. അത് മാത്രമല്ല, അയാൾ പോയി നിന്നത് ഏത് മണ്ഡലത്തിലാണ്? ഒരിക്കലും കോൺഗ്രസ് ജയിക്കാത്ത സ്ഥലത്ത്, CPMന്റെ കുത്തക മണ്ഡലത്തിൽ. എന്തുകൊണ്ടാണ് അയാൾ ജയിച്ചതെന്ന് ചോദിച്ചാൽ അവിടുത്തെ സവിശേഷ കാലാവസ്ഥ കൊണ്ടാണ്. അതായത് കണ്ണൂരിനോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലം. ആ മണ്ഡലത്തിൽ എന്താ സംഭവിക്കുന്നത്? കണ്ണൂരിലെ രാഷ്ട്രീയമാണ് അവിടെ സ്വാധീനിക്കപ്പെട്ടത്. ഈ പറയുന്ന TK ഗോവിന്ദന്റെയും കുഞ്ഞികൃഷ്ണന്റെയും രാഷ്ട്രീയം, ആ രാഷ്ട്രീയ മുന്നേറ്റം, ആ ബദൽ നീക്കത്തിനൊടുവിൽ അതിൻ്റെ കാറ്റുകൂടി തൃക്കരിപ്പൂരിൽ കൂടി അടിച്ചിട്ടാണ് അദ്ദേഹം അവിടെ ജയിച്ചത്. അല്ലാതെ ഒരിക്കലും സന്ദീപ് വാര്യർ ജയിക്കുന്ന ഒരു മണ്ഡലമല്ല. സന്ദീപ് വാര്യർക്ക് ആ മണ്ഡലം താല്പര്യമില്ല. സന്ദീപ് വാര്യർ നോമിനേറ്റഡ് MLA അല്ല, ജനങ്ങൾ വോട്ട് ചെയ്യിപ്പിച്ചതാണ്. അയാൾ ഒറ്റപ്പാലം എങ്ങാണ്ടാണ് മത്സരിക്കാൻ ചോദിച്ചത് അല്ലേ? അപ്പോൾ അത് കൊടുത്തിട്ടില്ല. അതിന് അല്ലെ പാലക്കാട് സന്ദീപ് വാര്യർക്ക് കിട്ടുമെന്നാണ്. അപ്പോൾ അതൊരു ഈസി വാക്ക് ഓവർ ആകും. അങ്ങനെ സന്ദീപ് വാര്യർക്ക് കൊടുക്കണ്ട എന്നുള്ള കണക്കൂട്ടലാണ്. തൃക്കരിപ്പൂർ എന്തായാലും തോക്കുന്ന മണ്ഡലം, അവിടെ നിന്നോ. പക്ഷേ എന്തോ പറ്റി, ഇത്തവണ ആഞ്ഞടിച്ച ഈ പിണറായി വിരുദ്ധ തരംഗത്തിൽ ഇവരെല്ലാം കയറിപ്പോയി. അങ്ങനെ ഭാഗ്യത്തിന് കയറിപ്പോയ സന്ദീപ് വാര്യരെ കുറിച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാണ്. SFIക്കാരിയുടെ പേര് പ്ലീഡർ സ്ഥാനത്തേക്ക് കൊടുത്തതും സന്ദീപ് വാര്യരും തമ്മിൽ അത് താരതമ്യം ചെയ്യാനേ സാധിക്കില്ല. പിന്നെ 4 വർഷമേ ആയിട്ടുള്ളൂ എന്ന് പറയുന്നു. സത്യമാണ്, 4 വർഷമെങ്കിൽ 4 വർഷം കോൺഗ്രസിൽ അംഗമല്ലേ എന്ന്. ഇന്നലെ ഇങ്ങോട്ട് കോൺഗ്രസോട്ട് ചെന്നിട്ട് നാളെ ഇവിടുത്തെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതെങ്ങനെ പറ്റും? അത് പക്ഷേ BJPയിലാണെങ്കിൽ നടക്കും. കാരണം BJP കോൺഗ്രസിൽ നിന്ന് ഒരാളെ അടർത്തിയെടുത്ത് അയാളെ മുഖ്യമന്ത്രിയാക്കി പുതിയ സർക്കാർ, BJP സർക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുപോലെയല്ല ഇവിടുത്തെ കാര്യം. എങ്ങനെയാണ് ഈ 4 വർഷമായിട്ട് വന്നയാൾ? അത് 4 വർഷം മുമ്പ് അവരാരായിരുന്നു? ഈ കോൺഗ്രസിനെ അല്ലെ KSUവിനെ കായികപരമായും അല്ലാതെ ആശയപരമായും എല്ലാം എതിർത്തിരുന്ന ഒരാൾ. അതേസമയം ഇപ്പോൾ കോൺഗ്രസിലുള്ള പിന്നെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലുള്ള ഒരുപാട്
പ്രവർത്തകരുണ്ട്. എത്രയോ പേരുണ്ട്, നമുക്ക് തന്നെ അറിയാവുന്ന എത്രയോ പേരുണ്ട്. അവരൊക്കെ നല്ല മികച്ച അഭിഭാഷകരുമാണ്. അതെ. അവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു പ്രിവിലേജ് ഈ 4 മാസം മുമ്പ് വന്ന ആൾക്ക് എങ്ങനെ കിട്ടി എന്നുള്ള ഒരു ചോദ്യം വരുന്നു. ആ ചോദ്യം വന്നു കഴിഞ്ഞ് ഇതിൻ്റെ പിന്നാലെ പോകുമ്പോൾ എന്ത് പറ്റുന്നു, സ്റ്റേറ്റ് അറ്റോർണിയിലേക്കാണ് ഇതിൻ്റെ എല്ലാം ചെന്ന് മാത്രമല്ല ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ പറഞ്ഞിരിക്കുന്ന അവർ കൊടുത്ത പട്ടിക അല്ല ഇതാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ് അറ്റോർണിയിൽ വന്ന് നിൽക്കുമ്പോൾ സ്റ്റേറ്റ് അറ്റോർണി ആരാണ്? സതീശൻ്റെ വലങ്കി. അങ്ങനെ മൊത്തം കാര്യങ്ങളും സതീശനിലേക്ക് ചെന്ന് ചേരുന്നു. ഈ സതീശനിലേക്ക് ഇത് ചെന്ന് ചേർന്നതോടെ സതീശന് മനസ്സിലായി അലോഷ്യസ് സേവിയറിനെ അടക്കമുള്ള കോൺഗ്രസ് KSUക്കാരെ ഇപ്പോഴേ സൂചിപ്പിച്ച് മാറ്റി നിർത്തിയില്ലെങ്കിൽ ഇത് തനിക്ക് കെണിയാകും. അതിനാണ് അദ്ദേഹം ഇപ്പോൾ. മാത്രമല്ല VM സുധീരനെ പോലുള്ള നേതാക്കൾ എല്ലാവരും തന്നെ അലോഷ്യസിനെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നുണ്ട്. അതെ, VM സുധീരനൊക്കെ പോലുള്ള ക്രെഡിബിലിറ്റിയുള്ള സമൂഹത്തിലെ എല്ലാവരും ആദരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് പോലും അലോഷ്യസിനെ ചേർത്ത് നിർത്തുമ്പോൾ ഇയാൾ അകറ്റി നിർത്തിയാൽ അത് തൻ്റെ ഇമേജിന് ദോഷമാകുമെന്ന് VD സതീശന് അറിയാം. തൻ്റെ ഇമേജിന് മാത്രമല്ല തനിക്കിട്ട് പണി വരുമെന്നറിയാം. കാരണം തൻ്റെ ആളാണ് ഇവിടെ ഈ നിയമനത്തിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നതെന്നും അത് ഇപ്പോൾ കടന്നു കയറിയിട്ടുള്ളവരൊക്കെ തന്നെ മറ്റു പാർട്ടിയിൽ നിന്ന് വന്നിട്ടുള്ളവരാണെന്നുമുള്ള ഒരു യാഥാർത്ഥ്യം ഇങ്ങനെ മുന്നിൽ നിന്ന് തുറച്ചു നോക്കിയപ്പോൾ സതീശൻ അതിബുദ്ധിമാനാണ്. സതീശൻ അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, ഇനി അലോഷ്യസ് സേവ്യറെ അടക്കം പിണക്കി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കണക്കൂട്ടലിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ കാണാൻ സമ്മതിച്ചിരിക്കുന്നത്. ഓർക്കണം, കഴിഞ്ഞ ദിവസം അലോഷ്യസ് സേവ്യർ അനുമതി ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല. അതിന് ഇവിടെ തന്നെ സതീശൻ അനുകൂലികൾ ഇറക്കിയ ന്യായം, ഒരു മുഖ്യമന്ത്രിയെ കാണാൻ ഒരു KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്തിനാണ് അനുമതി എന്നാണ് ചോദിച്ചത്. ഏതാണ്ട് അത് കഴിഞ്ഞിട്ട് എന്താണ് ഇങ്ങനെ അനുമതി ഒരു വിധത്തിലും കൊടുക്കാവുന്നപ്പോഴാണ് എന്നാൽ പിന്നെ ഒരു പൊതുപരിപാടി നടക്കുന്ന ഇറങ്ങിപ്പോയി അദ്ദേഹത്തെ കണ്ടേക്കാവുന്നതായിരിക്കും. അങ്ങനെയാണ് തേവരയിൽ അലോഷ്യസ് സേവ്യർ ചെല്ലുന്ന സേക്രഡ് ഹാർട്ട് കോളേജിൽ നടക്കുന്ന പരിപാടി. അവിടെ മൈൻഡ് ചെയ്തില്ല, കാണിക്കാതെ പോവുകയായിരുന്നു. അപ്പോൾ ഇത് വലിയ തോതിലുള്ള ഒരു വിമർശനത്തിന് ഇടയാവുകയും മാത്രമല്ല ആ ദിവസങ്ങളിലാണ് പഴയ KS നേതാവായിരുന്ന പ്രബലേന്ദ്രൻ അന്തരിച്ചത്. അതെ. അപ്പോൾ കേസുകൾ ഉൾപ്പെടെയുള്ളവർ പണ്ട് KSUവിന് വേണ്ടി ചെയ്ത ഇവരൊക്കെ ചെയ്തിട്ടുള്ള ത്യാഗങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിലാണ് പറഞ്ഞ KSU അങ്ങനെ ചെറിയ കാര്യമല്ല, KSUവിന് അതിൻ്റേതായ സ്ഥാനം നിലയും വിലയും ഉണ്ട് എന്ന് ഒന്നുകൂടി ഊന്നി പറയുകയായിരുന്നു KSU ഉൾപ്പെടെ നേതാക്കൾ. അല്ല, പ്രഫുലേന്ദ്രൻ SFI എന്ന് വന്ന ആളാണ്. അതെ, SFIയുടെ സജീവ പ്രവർത്തനം അദ്ദേഹം അവിടുന്ന് വന്നു. പിന്നെ മരണം വരെ അദ്ദേഹം കോൺഗ്രസ്സായിട്ട് തുടർന്നു. അത് അതിശക്തനായ നേതാവായിട്ട് മാറുകയും ചെയ്ത ആളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടിയാണ് സതീശൻ ഇപ്പോൾ അലോഷ്യസ് സേവ്യറെ കാണാൻ സമ്മതിച്ചിരിക്കുന്നത്. കണ്ട് ഒത്തുതീർപ്പുണ്ടാക്കി എനിക്ക് തോന്നുന്നു ഈ പട്ടിക പുനഃപരിശോധിക്കാനുള്ള സാധ്യത ഉണ്ടാവും. പരിശോധിക്കേണ്ടതാണ്, അങ്ങനെയാണ് ഉണ്ടാവും. അതില്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ വീഴ്ചകളുടെ ഒരു കൂമ്പാരം തന്നെയാണ് സതീശൻ സംബന്ധിച്ചിടത്തോളം. അവർ ഭരിക്കുന്ന സമയത്ത് ഇതുപോലെ ലിസ്റ്റൊക്കെ വരുമ്പോൾ അത് എത്ര തവണ ചെക്ക് ചെയ്യുമെന്നറിയാമോ? അയാൾ ഏത് നാട്ടുകാരാണോ എന്ന് അവിടുത്തെ ഏരിയ കമ്മിറ്റി വരെ അന്വേഷിക്കും. ഈ പാർട്ടികൾ നമ്മുടെ പാർട്ടിക്കാരാണോ വേറെ വല്ലവനാണോ എന്നുള്ളത്. അത് നമ്മൾ അക്കാര്യത്തിന് CPM അപ്രീഷിയേറ്റ് ആണ്. അത്ര ഇവിടെ പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ പിന്നെ അങ്ങനെ വ്യവസ്ഥാപിത മാർഗ്ഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്കും എന്തും ചെയ്യാം എന്നുള്ളതാണ് അവസ്ഥ. എന്തായാലും ആ ഒരു സ്ഥിതിക്ക് ഒരു കണക്കിന് ഇപ്പോൾ അലോഷ്യസ് സേവ്യറിനെ കുപ്പിയിലിറക്കിക്കൊണ്ട് ഈ വിഷയം ഒത്തുതീർപ്പാക്കാനാണ് ബുദ്ധിമാനായ സതീശൻ ശ്രമിക്കുന്നത്.